ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബഡ്ജറ്റുള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് എത്തരത്തിലാണ് റിയാക്ട് ചെയ്യുന്നതെന്നും ബഡ്ജറ്റിന് ശേഷം വരുന്ന ഒരു മാസം മാർക്കറ്റ് എത്തരത്തിലാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ പറയുന്നത്. വീഡിയോ അവസാനം വരെയും കാണുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ബഡ്ജറ്റുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞ 10-ൽ 6 തവണയും നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ആദ്യം നമുക്ക് 2015 നിന്ന് തുടങ്ങാം. അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു അന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 8845 എന്ന നിലയിലായിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്ത്. ബഡ്ജറ്റുള്ള ദിവസം 0.7% നേട്ടത്തിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഒരു മാസത്തിന് ശേഷം -4.6% റിട്ടേൺ ആണ് നിഫ്റ്റി നൽകിയത്. അതിന് അടുത്ത വർഷം ശ്രീ അരുൺ ജെയ്റ്റ്ലി തന്നെയായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 29/2/2016 അന്ന് 7030 എന്ന നിലയിലായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. 0.6% ഇടിവാണ് അന്ന് ബഡ്ജറ്റുള്ള ദിവസം നിഫ്റ്റിയിൽ സംഭവിച്ചത്. പക്ഷേ ഒരു മാസത്തിന് ശേഷം 10.7% നേട്ടമായിരുന്നു നിഫ്റ്റിയിലുണ്ടായത്. ബഡ്ജറ്റിന് ശേഷമുള്ള ഒരു മാസ കാലയളവിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകിയ വർഷവും അതുതന്നെയായിരുന്നു. അടുത്തത് നിഫ്റ്റി ബഡ്ജറ്റുള്ള ദിവസം ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് 2020 2.5% ഇടിവാണ് ആ ദിവസം മാത്രമുണ്ടായത്. ബഡ്ജറ്റിന് ശേഷമുള്ള ഒരു മാസം നിഫ്റ്റി 3.1% നഷ്ടവും രേഖപ്പെടുത്തി. ഇനി 2019 ബഡ്ജറ്റുള്ള ദിവസം നിഫ്റ്റി ഏകദേശം 1% മുകളിൽ ഇടിഞ്ഞു. പക്ഷേ ഒരു മാസത്തിന് ശേഷം നിഫ്റ്റി ഏകദേശം 8% ഇടിഞ്ഞത്. ബഡ്ജറ്റിന് ശേഷമുള്ള ഒരു മാസ കാലയളവിലെ ഏറ്റവും വലിയ നഷ്ടവും ആ വർഷം തന്നെയാണ് രേഖപ്പെടുത്തിയത്. ഇനി നമുക്ക് അവസാനത്തെ 3 ബഡ്ജറ്റുകൾ മാത്രം എടുത്ത് പരിശോധിക്കാം. 2021 4.7% വർധനവാണ് ബഡ്ജറ്റ് ഡേയിൽ ഉണ്ടായത്. 2022 അത് 1.4% ഉയർച്ചയായിരുന്നു. 2023 0.7% ഉയർന്നുമാണ് നിഫ്റ്റി ബഡ്ജറ്റ് ദിവസം ക്ലോസ് ചെയ്തത്. ബഡ്ജറ്റ് ഡേയിൽ കഴിഞ്ഞ 3 തവണയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചെങ്കിലും ഒരു മാസത്തിന് ശേഷമുള്ള കണക്കുകൾ നോക്കിയാൽ 2021 3.4% വർധനവ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 2022 4.5% ഇടിഞ്ഞാണ് ഒരു മാസത്തിന് ശേഷം നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 2023 2% നിഫ്റ്റി ഇടിഞ്ഞു. അടുത്തതായി 2011 മുതൽ 2023 വരെയുള്ള 15 ബഡ്ജറ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ 13 പൂർണ്ണ ബഡ്ജറ്റുകളും 2 ഇടക്കാല ബഡ്ജറ്റുമാണ് ഉണ്ടായത്. നിഫ്റ്റിയുടെ ശരാശരി ബഡ്ജറ്റ് ദിവസത്തെ വരുമാനം 0.26%. ഒരു പോസിറ്റീവ് റിട്ടേൺ തന്നെയാണ് ബഡ്ജറ്റ് ദിവസം നിഫ്റ്റി തരുന്നത് എന്ന് കാണാം. നിഫ്റ്റിയുടെ ശരാശരി വരുമാനം ബഡ്ജറ്റിന് ഒരാഴ്ച മുൻപ് -0.52%. എന്നാൽ ബഡ്ജറ്റിന് ഒരാഴ്ചയ്ക്ക് ശേഷം നിഫ്റ്റി 1.36% റിട്ടേൺസും നൽകി. അവിടെയും ഒരു പോസിറ്റീവ് റിട്ടേൺസ് ആണ് നമുക്ക് കിട്ടിയത് എന്ന് കാണാം. അടുത്തത് ഇപ്പോഴത്തെ നിഫ്റ്റിയിലേക്ക് വരാം. 21,352 നിഫ്റ്റി ഉള്ളത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 0.40% നിഫ്റ്റി ഇടിഞ്ഞത്. ബഡ്ജറ്റിന് മുൻപുള്ള ഒരാഴ്ചത്തെ ശരാശരി വരുമാനം നമ്മൾ പറഞ്ഞിരുന്നു -0.52% ഇപ്പോഴത്തെ കണക്ക് നമ്മൾ പറഞ്ഞു 0.40% ബഡ്ജറ്റിന് ഒരാഴ്ചയ്ക്ക് മുൻപ് നിഫ്റ്റി ഇടിഞ്ഞിരിക്കുന്നത്. ഒരാഴ്ച മുൻപുള്ള കണക്കുകളിലൊക്കെ ഏറെക്കുറെ സാമ്യതകൾ കാണുന്നുണ്ട്. ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം നിഫ്റ്റി 1% മുകളിലുള്ള റിട്ടേൺ തരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്ത്യ വിക്സിലേക്ക് ബഡ്ജറ്റുള്ള ദിവസങ്ങളിൽ ഇന്ത്യ വിക്സിൽ വലിയ വൊളറ്റാലിറ്റി ആയിരിക്കും കാണുന്നത്. മുൻപുള്ള കണക്കുകൾ നോക്കിയാൽ ഇന്ത്യ വിക്സ് ഉയർന്നാണ് ബഡ്ജറ്റിന് മുൻപുള്ള സമയങ്ങളിൽ ഉണ്ടാവുക. ബഡ്ജറ്റിന് ശേഷം ഇന്ത്യ വിക്സ് താഴുന്നതായും കാണാൻ കഴിയും. കഴിഞ്ഞ കുറച്ച് ബഡ്ജറ്റുകളുടെ ഹിസ്റ്ററിയിലേക്കാണ് നമ്മൾ പോയത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് മാർക്കറ്റുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 7:30 ഉണ്ടായിരിക്കും. അതിനുശേഷം 11 മണി മുതൽ 3:30 വരെ യൂട്യൂബ് ലൈവും ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ഒക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.